പവർ നാപ്പ് പലപ്പോഴും അത് ഞാൻ പകൽ ഉറങ്ങാറില്ല. വളരെ വളരെ റെയറായിട്ട് ഉറങ്ങാറുള്ളൂ. പക്ഷെ അത് നല്ലതാണ്, ഉറക്കം നല്ലതാണെന്നാണ് പഠനം. 37% റിസ്ക് കുറയ്ക്കും, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എല്ലാം കുറക്കുന്നതാണ് പവർ നാപ്പ്. പവർ നാപ്പ്. അധികം ഒരു 20 മിനിറ്റ് താഴെ കിടക്കാൻ പാടുള്ളൂ, ലെസ് ദാൻ 20 മിനിറ്റ്സ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ ഏകദേശം ഒരു 80-90 മിനിറ്റാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ. അപ്പോൾ ഈ സ്ലീപ്പ് സൈക്കിൾ പലപ്പോഴും നമ്മൾ ആദ്യത്തെ നോർമൽ, പിന്നെ ഒരു ഡ്രൗസിയായി ലൈറ്റസ്റ്റ് സ്റ്റേജിലേക്ക് പോയി വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ്, ഓരോന്നൊരു 5-10 മിനിറ്റ് ഡീപ്പർ സ്റ്റേജിലേക്ക് പലപ്പോഴും നമ്മൾ എത്തൂല. അപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 എത്തുന്നുണ്ടാവുള്ളൂ. ഇത് മതി കുറച്ചൊരു റിഫ്രഷിങ് ലെവൽ. ശരിക്കും റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് വെച്ചാൽ സ്റ്റേജ് 3 and 4 നമ്മൾ ഫ്രഷ് ആവുക എന്നുള്ളത്. സ്റ്റേജ് 3-4 ആകുമ്പോഴാണ് ഒന്ന് ഫ്രഷ് ആവുക. നല്ല ഫ്രഷ് ആണെങ്കിൽ അതിൻ്റെ കൂടെ റം തുണി കിട്ടണം. സ്വപ്നം കൂടി വരുമ്പോഴേ നമ്മൾ സ്വപ്നം ഉണ്ടാകുന്ന ആ ഫേസ് കൂടി വരുമ്പോഴേ നമ്മൾ നല്ല ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാവുള്ളൂ. റെസ്റ്റോറേഷനും അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റും ഒക്കെ ഫുൾ കിട്ടണമെങ്കിൽ നമ്മുടെ നോർമൽ സ്ലീപ്പ് 5-6 സൈക്കിൾ കിട്ടണം. അതായത് 6 to 9 hours 7 to 8 hours കിട്ടിയാലേ നമ്മളൊരു ഫുൾ സ്റ്റേജിലൂടെ കടന്നു പോകും. അത് കുറയും തോറും നമ്മുടെ പലതരം അസുഖങ്ങൾ വരാം. സ്ട്രെസ്സ് കൂടാം, ബ്രക്സിസം വരാം, സ്ലീപ്പ് അപ്നിയ, ശ്വാസം നിന്ന് പോവുക, ഹാർട്ടിന് മിടിപ്പിൽ വ്യത്യാസം വരാം, അരിത്മിയാസ് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, പ്രഷർ കൂടാം, ഡയബറ്റോജനിക് ആവുക, ഷുഗറിൻ്റെ അളവ് കൂടാം. അതുപോലെ തന്നെ പലതരം അസുഖങ്ങളും, നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുക, പലതരം അസുഖങ്ങളും വരാം. അപ്പോൾ നമ്മൾ സ്ലീപ്പ് കുറയുന്നതോടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ആദ്യം കുറയുക. നമ്മുടെ ഒന്ന് പകൽ ജോലി ചെയ്യാൻ പറ്റാതാവാം, നമ്മൾ ഫാറ്റീഗ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആക്സിഡൻറ്റ് 30-40% കൂടും. കാരണം നമ്മൾ പലപ്പോഴും മൈക്രോ സ്ലീപ്പ് ഉണ്ടാവും. മൈക്രോ സ്ലീപ്പ് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ ഇടയിൽ സ്ലീപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് ആക്സിഡൻറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് പല ആക്സിഡൻറ്റ്സ് ഒരു 30-40% കൂടാ ഇങ്ങനെ രാത്രി ഉറക്കം കുറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ക്ലിയറായിട്ട് ഉറക്കം വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷനിങ് കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. പിറ്റേന്നൊരു വർക്ക് ഉണ്ടാവും, പക്ഷേ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയും ജോലി ചെയ്ത് പോവുക എന്നല്ലാതെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ആവില്ല അവരുടെ പിറ്റേന്നത്തെ ഡേ. ഇപ്പോൾ ഈ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുമ്പം സാറ് പറഞ്ഞു ഇതേപോലെ കിച്ചണിൽ കയറി ചിലപ്പോൾ ഫുഡ് കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഐ വാസ് വണ്ടറിങ് ലൈക്ക് ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഈ ഒരു വഴി കൂടെ പോയാലാണ് കിച്ചൺ എത്തുക, അല്ലെങ്കിൽ ഇതാണ് ബാത്റൂം. കാരണം നമ്മൾ കണ്ണടച്ച് പൊതുവേ നമ്മളിപ്പോൾ കണ്ണടച്ച് നമുക്ക് നടക്കുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ, ഈവൻ തോന്നുന്നു നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണെങ്കിൽ. പക്ഷെ വൈൽ വി ആർ സ്ലീപ്പിംഗ് ആൻഡ് ഇൻ അവർ ഡ്രീം നമ്മളത് എങ്ങനെയാണ് നമുക്കത് പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതേ സ്ലീപ്പ് വാക്കിങ് ചെയ്യുന്ന ആൾക്കാർ അവർ വിഷ്വലൈസ് ചെയ്യുന്നത് അവരുടെ ഡ്രീമിലായിരിക്കുമോ ഇത് നടക്കുന്നത്? ഇത് അവരുടെ ഡ്രീമിലല്ല, ഇത് ഡ്രീമിലല്ല സമയം. ഇത് മിക്കവാറും ഒരു സ്റ്റേജ് 3 സ്റ്റേജ് 4 സ്ലീപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. റം സ്ലീപ്പിൽ വരുന്നതല്ല ഇത്. റം സ്ലീപ്പ് ചില ആക്റ്റീവ് ഡ്രീംസാണ്, ആക്ടിങ് ഔട്ട് ഡ്രീംസ്, വയലൻറ്റ് ഡ്രീംസാണ് അത് കൂടുതലും. വയലൻറ്റ് ഡ്രീംസ്, അടിപിടി, ശബ്ദം ഉണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അലറുക, അതൊക്കെയാണ് മറ്റേ സ്ലീപ്പ്. ഇതൊരു ലൈറ്റർ സാധനമാണ്. ഇവർ പകുതി കോൺഷ്യസ് വിചാരിച്ചാൽ കുറച്ചൊരു മൈൽഡർ ഫോംസ് ഓഫ് വിഷൻ ഉണ്ടാവും, കുറച്ചൊരു നാവിഗേറ്റ് ചെയ്യാൻ പറ്റുമവർക്ക്. പക്ഷേ അവർക്ക് ആക്സിഡൻറ്റ് വരാം, ഇഞ്ചുറി വരാം. അതുകൊണ്ടാണ് നമ്മൾ അവരെ കെയർഫുൾ ആണെന്ന് പറയുന്നത്. അല്ലാതെ അത് നോർമലായിട്ട് അയാൾ കറക്റ്റായിട്ട് പോയി അവിടെ നടന്നു ഇവിടെ നടന്നില്ല ഇതാവണമെന്നില്ല. അവർ അവിടെ എത്തും കാരണം കുറച്ചൊരു മെമ്മറി കുറച്ച് റിട്ടൈൻഡ് ആയിരിക്കും. ആ സ്പേഷ്യൽ നാവിഗേഷൻ അവർക്ക് ചെയ്യാൻ പറ്റും. ചെറിയ മെമ്മറി ഉണ്ടാവുമല്ലോ, ഈ മെമ്മറി വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. മെമ്മറി അതുപോലെ തന്നെ ചെറിയൊരു സ്ലൈറ്റ്ലി അവർക്ക് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓർമ്മ അവർക്കുണ്ടാവും, ഒരു നോർമൽ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആകാൻ ദേ ആർ പ്രോൺ ഫോർ ആക്സിഡൻറ്റ്സ് ഓൾസോ, വീഴാം, ഇഞ്ചുറി വരാം. അപ്പോൾ ഒരു നോർമലായിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം അവർ കറക്റ്റായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് അവർ എന്തൊക്കെ കഴിച്ചു പോരും, അതൊന്നും അവർ എന്തൊക്കെ ചെയ്യേണ്ട പോലെ ഗ്യാസ് തുറന്നു വിടും. കാരണം അടക്കാനുള്ള കാര്യം കോർഡിനേറ്റഡ് തോട്ട്സ് വരുന്നില്ല.